മോനെ, മോനെ കരയില്ലടാ. നീ കൂടി അച്ഛനെ വേദനിപ്പിക്കല്ലേ. വാമനെ, നമുക്ക് കഴിക്കാം. എന്റെ മോൻ അച്ഛൻ ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് വേണ്ട അച്ഛൻ്റെ ആഹാരമൊന്നും. അച്ഛൻ ദുഷ്ടനാ. അതെ, അച്ഛൻ ദുഷ്ടനാ. നിങ്ങൾക്ക് മാത്രമല്ല, പല മക്കൾക്കും പല സന്ദർഭത്തിൽ തോന്നാറുണ്ട്. നിങ്ങളുടെ പ്രായത്തില് എനിക്കും തോന്നിയിട്ടുണ്ട് എന്റെ അച്ഛനോട് അച്ഛൻ ദുഷ്ടനാണെന്ന്. ഞാനൊരു അച്ഛനായപ്പോഴാ ആ ദുഷ്ടത്തിന് എന്താണെന്ന് മനസ്സിലായത്. എന്റെ മോൻ എത്ര പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഈ അച്ഛന്മാർക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ 10 മാസം വയറ്റി ചുമന്ന കഥകളുമില്ല. ഒന്നിനും കണക്ക് വെക്കാറുമില്ല അവര്. പക്ഷേ എത്ര ദേഷ്യപ്പെടുമെങ്കിലും പലപ്പോഴും മക്കളുടെ മുമ്പിൽ സന്തോഷത്തോടെ തോറ്റുകൊടുക്കുക അവർ ചെയ്യുന്നത്. നമ്മൾ കണ്ടും കേട്ടും വായിച്ചുമൊക്കെ പലതും മനസ്സിലാക്കാറുണ്ട്. പക്ഷേ ഒരച്ഛൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ അച്ഛനായാൽ മാത്രമേ പറ്റൂ. അതിനെൻ്റെ മോനൊരച്ഛനാവണം. അപ്പോഴേ മനസ്സിലാവൂ ഈ അച്ഛൻ കാണിക്കുന്നതൊക്കെ ദുഷ്ടതരാണോ നിങ്ങളുടെയൊക്കെ നല്ലതിനാണോ എന്ന്. എന്റെ മോൻ കരയല്ലേ? ആഹാരം കഴിക്കും. ഞാൻ കഴിക്കാം. എന്റെ കൂടെ അച്ഛനും കഴിക്കണം. അച്ഛന് വിശപ്പില്ല, മോൻ കഴിച്ചാൽ മതി. എനിക്ക് വേണ്ട. വേണം. എനിക്കറിയാം അച്ഛൻ എന്താ വേണ്ടെന്ന് പറയുന്നേന്ന്. ചേച്ചിയൊന്നും കഴിക്കാത്തോണ്ടല്ലേ. ഇന്ന് അച്ഛൻ കഴിച്ചാലേ ഞാനും കഴിക്കൂ, അല്ലെങ്കിൽ എനിക്കും വേണ്ട. ശരി ശരി, നീ ഇനി പട്ടിണി കിടക്കണ്ട, ഞാൻ കഴിച്ചോളാം. എന്റെ ഭഗവതി, അവളീ വ്രതത്തിനിടയില് വിശപ്പറിയിക്കല്ലേ. സുധേ, അന്നാ വിറകുള്ളികളിൽ നീ എരിഞ്ഞു തീർന്നപ്പോ ഞാൻ ഇത്രയ്ക്ക് ഒറ്റപ്പെടുമെന്ന് കരുതിയതേയില്ല. ഇന്നിവിടെ ഒന്ന് ഉള്ളുരുകി സങ്കടം പറയാൻ പോലും ആരുമില്ല സുധേ. എനിക്ക് എല്ലാം മോളിലിരുന്ന് കാണുന്നുണ്ടല്ലോ. നിന്റെ മോൾ എന്തിനുള്ള പുറപ്പാടാന്ന് എനിക്ക് മനസ്സിലാവാത്ത. എന്താ സുധേ അവളുടെ മനസ്സിലിപ്പോ? ഈ തപസ്സിരിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താ? ഈ കുടുംബം നശിപ്പിക്കാനോ അതോ സ്വന്തം നേട്ടത്തിനോ? അങ്ങനെ വല്ലതും നടന്ന ആ നിമിഷം ഞാൻ നിന്റെ അടുത്തേക്ക് വരും. ദാസിന് വലുത് അഭിമാന. അപമാനം കൊണ്ട് ദാസ് പിന്നെ ജീവിച്ചിരിക്കില്ലേ ഭൂമിയിൽ ഒരു നിമിഷം പോലും? അതുറപ്പാ.
ദേ, അവസാനമായിട്ടൊരു കാര്യം പറയാനാണ് ഞാനിവിടെ കാത്തു നിന്നത്. നാളെ രാവിലെ വരെ നിനക്ക് ഞാൻ സമയം തരും. അതിനുള്ളിൽ പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. നീ അപ്പോഴും മറുപടി പറഞ്ഞില്ലെങ്കിൽ ആരും പ്രതീക്ഷിക്കാത്ത മറ്റൊരു തീരുമാനത്തിലേക്ക് എനിക്ക് പോകേണ്ടി വരും. ഇതൊരു മുന്നറിയിപ്പാ, എന്റെ അവസാനത്തെ മുന്നറിയിപ്പ്. ഇനി നിനക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്ന്. ആനന്ദേ, നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ? സമയം ഒരുപാടായി. ഉറക്കൊന്നും ഇല്ലേ നിനക്ക്? ഇവിടൊക്കെ ഒരു തരം മഞ്ഞ് വീഴ്ചയാ. പനി പിടിക്കാൻ അത് തന്നെ ധാരാളം മതി. പ്രത്യേകിച്ച് നിനക്കാണെങ്കിൽ അതൊന്നും ശീലമുള്ളതല്ലല്ലോ. അതാ പോയി കിടന്നുറങ്ങാൻ പറഞ്ഞത്. ചെല്ലേ. ഓ, അപ്പൊ നീ വിചാരിക്കും കല്യാണിക്ക് മഞ്ഞു വീണ് പനി പിടിക്കില്ലേന്ന്. അതൊരു വിഷയമല്ല. അവളെ വ്രതത്തിലല്ലേ, അവളെ ദേവി കാത്തോളും. നീ അതോർത്ത് വെറുതെ ടെൻഷൻ അടിക്കണ്ട. ചെല്, മോൻ പോയി കിടക്കാൻ നോക്ക്. ചെക്ക, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. നീ ഇവിടെ ഉറക്കം വരാതെ കല്യാണിയെ നോക്കി നിൽക്കുകയാണെന്ന് അഖിലേച്ചി എങ്ങാനോ അറിഞ്ഞ ചേച്ചിക്ക് ഒരുപാട് സങ്കടാവും. അതാ ഞാൻ പറഞ്ഞത് പോയി കിടക്കാൻ. എന്റെ ദൈവമേ, ഇവന് പ്രേമ അസ്ഥിയിൽ പിടിച്ച് കൊല്ലുന്ന അവസ്ഥയിലാണല്ലോ. അഖിലാണ്ടേശ്വരിയെ പേടിച്ച ഇവൻ ഇവിടെ നിൽക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ അവളുടെ കൂടെ പോയി ഇവനും വ്രതം ഇരുന്നേനെ. വൃത്തികെട്ട പരിഷ. എന്റെ പൊന്നാനന്ദേ, കല്യാണിക്ക് ഒരു കുഴപ്പവും ഇല്ല. നീ ഇങ്ങനെ നിന്ന് നേരം വെളുപ്പിക്കാനാണ് പ്ലാനെങ്കിൽ ഇനി ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കില്ല. അകത്തേക്ക് പോവാം. പകരം അഖിലേച്ചി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടോളാം. അപ്പോഴേ നിനക്കിനി ബോധം വരും. എന്റെ അടുത്താ അവന്റെ കളി. എന്നാലും ഇവളീ ചെയ്യുന്നത് കൊടും ചതിയാ. ചെറുക്കന്റെ മനസ്സ് കലക്കി കളഞ്ഞില്ലേ. ഇനി നാളെ ഇവിടെ എന്താ സംഭവിക്കുന്നെന്ന് കണ്ടു തന്നെ അറിയണം. ഊരുംപെട്ടവള്.
കഷ്ടം തന്നെ. എന്താടാ നീ ചെയ്യുന്നത്? കുച്ചുനായി വെറുതെ ഗെയിം കളിക്കുക. ആന്റി ഇതുവരെ ഉറങ്ങിയില്ലേ? ഉറക്കം. എടാ നീ മുറ്റത്തൊരുത്ത് തപസിരിക്കുന്നത് കണ്ടില്ലേ? അത് കാണെ കാണെ എന്റെ തല പെരുത്ത് വരിക. അതറിയോ നിനക്ക്? അതിന് കല്യാണി പറഞ്ഞിരിക്കുന്നതിന് ആന്റിക്ക് എന്താ? ആന്റി വെറുതെ പ്രഷർ കൂട്ടണ്ട, പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും. എടാ നിന്റെ ഈ കുന്ത്രണ്ട എറിഞ്ഞു പൊട്ടിക്കും ഞാൻ. പറഞ്ഞില്ലെന്ന് വേണ്ട. ദേ ചന്ദ്ര, നിനക്ക് കല്യാണിയെ കെട്ടണോ വേണ്ടേ? ആദ്യം അത് പറ. എന്താ ആന്റിജി ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്? ആന്റിജി കല്യാണിന്റെ ഫോട്ടോ വാട്സപ്പിൽ അയച്ചില്ലേ? അത് കണ്ടപ്പോ തന്നെ ഞാൻ ഉറപ്പിച്ചതാ ഇവള് തന്നെയാണ് എന്റെ പെണ്ണെന്ന്. അതിനല്ലേ മുംബൈയിൽ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞെത്തിയ. ആ എന്നാ പിന്നെ ഇവിടെ ഇരുന്ന് നഴ്സറി പിള്ളേരെ പോലെ കാർ റേസിംഗും കളിച്ചോണ്ടിരുന്നാലേ കല്യാണിയെ ഇപ്പൊ കിട്ടും നിനക്ക്. കാത്തിരുന്നോ നീ? ദാ വെച്ചോ. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്ന് ആന്റിജി പറയുന്നേ? കല്യാണിന്റെ അടുത്ത് ഞാനും പോയിരുന്ന് തപസ് ചെയ്യണമെന്നോ? എന്റെ ആന്റിജി, എന്റെയും കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞതല്ലേ, പിന്നെന്താ പ്രോബ്ലം? കൊഴപ്പമുണ്ട്. ഇടാ മണ്ട. ആ ഉറപ്പിച്ച കല്യാണം നടക്കാതിരിക്കാനാ കല്യാണി ഈ വ്രതം അനുഷ്ഠിക്കുന്നത്. അതറിയോ നിനക്ക്? നടക്കാതിരിക്കാനോ? ആന്റിജി എന്തൊക്കെയാ പറയുന്നത്? ഞാൻ പറയുന്നത് സത്യ. ദേ നോക്ക്, ഈ 3 ദിവസത്തെ വ്രതം കഴിയുമ്പോ കല്യാണി ആനന്ദിന് വേണമെന്നാ വരൻ ചോദിക്കാൻ പോകുന്നത്. പിന്നെ നിനക്ക് വന്നതിനേക്കാൾ വേഗത്തില് വെറും കൈയോടെ തിരികെ പറക്കാം. മനസ്സിലായോ? അങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ടാവൂ? ഉണ്ടാവും. അത് നടക്കരുതെങ്കിലേ കല്യാണി ഈ വ്രതം പൂർത്തിയാക്കാൻ പാടില്ല. അത് നിനക്കും നന്നല്ല, എനിക്കും നന്നല്ല. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ശരി, ഞാനിപ്പോ എന്ത് വേണമെന്ന് ആന്റിജി പറയുന്നത്? അവൾ ഈ വ്രതം പൂർത്തിയാക്കരുത്. പകുതിക്ക് മുടങ്ങണോ അത്? അങ്ങനെ വ്രതം മുടങ്ങിയാലേ അവള് നിനക്ക് സ്വന്തമാവൂ. അല്ല, അതിപ്പോ ഞാൻ ആലോചിക്കുന്നത്. നീ എന്താന്നാ ഇത്ര ആലോചിക്കാൻ? നിന്റെ അടുത്ത് ചന്ദ്രയാൻ വിക്ഷേപിക്കാനൊന്നും അല്ലല്ലോ പറയുന്നത്. എടാ ഇപ്പൊ ആലോചിക്കാനും പിടിക്കാനൊന്നും സമയമില്ല. അവള് വിശ്വാമിത്രനൊന്നും അല്ലല്ലോ കഠിന തപസ് അനുഷ്ഠിക്കാൻ. ദേ നീ അവളുടെ അടുത്ത് ചെന്നിട്ട് എങ്ങനെയെങ്കിലും അവളുടെ കണ്ണൊന്ന് തുറപ്പിച്ചാ മതി. അത്രേ ഉള്ളു കാര്യം. ശരി ആന്റിജി, ഞാൻ പോവാ. എനിക്ക് കല്യാണിയെ വേണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്തും. അവളുടെ ഒരു വ്രതം ഇന്നത് എന്തായാലും മുടങ്ങും. ചന്ദ്രൻ അത് മുടക്കൊന്നും ഉറപ്പാ. നാളെ നിന്റെ ശവമടക്കാടി കല്യാണി. ശവമേ, ശവമടക്ക്. ഒരു ചീള് പെണ്ണിന്റെ വ്രതം മുടക്കാനാണോ പാട്? ഇപ്പൊ ഞാൻ കാണിച്ചു തരാം ഈ ചന്ദ്രപ്രതാപ് പെണ്ണുങ്ങളെ അങ്ങനെ ഡീൽ ചെയ്യുന്നതെന്ന്. ആന്റി, എന്താണാവോ?
അയ്യോ മോളെ മോളെ പാമ്പ്. വേണ്ട. അരവിന്ദ് നോ. അമ്മ പാമ്പ് കല്യാണി വേണ്ടാന്ന് പറഞ്ഞില്ലേ? അമ്മ കല്യാണിയുടെ ജീവൻ ആപത്തില്ല. വേണ്ട, പാമ്പൊന്നും ചെയ്യില്ല. അതിനെ ഉപദ്രവിക്കണ്ട, വിട്ടേക്ക്. നിങ്ങൾ കരുതുന്നത് പോലെ അത് കല്യാണിയെ ഉപദ്രവിക്കാൻ വന്നതല്ല, സംരക്ഷണത്തിന് വന്നതാ. ആരും ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. അരവിന്ദേ, കമ്പ് താഴെയിടും. ഇടാൻ. ദാസേട്ടാ, നാഗങ്ങൾ വെറും ഇഴജന്തുക്കളല്ല, ഈശ്വര ചൈതന്യമുള്ള ജന്മങ്ങളാ. സത്യമുള്ള ഒന്നിനെയും അത് വിഷമേൽപ്പിക്കില്ല. അതിനെ ഉപദ്രവിക്കാൻ ചെന്നാലേ അത് തിരിച്ചുപദ്രവിക്കൂ. നീ കണ്ടില്ലേ, കല്യാണി ഇവിടെ ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. നമുക്കെല്ലാം ധൈര്യമായിട്ട് പോയി കിടന്നുറങ്ങാം. അതിന് തിരിച്ചു വരില്ല, ഉറപ്പാ. ദാസ് ചെല്ല്, ഒട്ടും പേടി വേണ്ട. തൃച്ചംബരത്ത് നമ്മൾ ഇതുവരെ ആയില്യ പൂജയ്ക്ക് മുടക്കം വരുത്തിയിട്ടില്ല. അഖില പറഞ്ഞത് വിശ്വസിക്കാം. അനയം കുട്ടിനെ കുട്ടി ചെല്ല്. ഇനി ഇവിടെ നിന്നാരും മഞ്ഞു കൊള്ളണമെന്നില്ല, പോവാം.